ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വെച്ചിട്ടാണ് ബി ജെ പി എന്തോ വലിയ വളർച്ച നേടുകയാണ് എന്ന ആശങ്കയൊന്നും എനിക്കില്ല. എൻ്റെ ഒരു കാരണം ബി ജെ പിയുടെ കോർ വോട്ട് എന്ന് പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും ഏറെക്കുറെ ഒരേ പാറ്റേണിലാണ്. ചില മണ്ഡലങ്ങളിൽ കൂടുതലുണ്ട്, ഇപ്പോൾ നേമം, പാലക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ കൂടുതലുണ്ട്. പക്ഷേ ഞാൻ കാണുന്നൊരു സമാനമായ പാറ്റേൺ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ദുർബലമായ സ്ഥലത്ത് ഈ വോട്ടർമാർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഞാൻ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുന്നൊരു കാര്യം പറഞ്ഞിരുന്നു. കോൺഗ്രസ് 100 സീറ്റിനധികം നേടുകയാണെങ്കിൽ ബി ജെ പി 2-3 സീറ്റ് ലഭിച്ചേക്കാം. അതിൻ്റെ കാരണം ഭരണവിരുദ്ധ വികാരമാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണെങ്കിൽ അവർ കോൺഗ്രസിനല്ല വോട്ട് ചെയ്യുക, ബി ജെ പിക്കാണ് വോട്ട് ചെയ്യുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഗണ്യമായ ഒരു പോപ്പുലേഷൻ വലതുപക്ഷ ചിന്താഗതിക്കാരുണ്ട്. ആ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ബി ജെ പി ഉണ്ടാക്കിയെടുത്ത വലതുപക്ഷമല്ല. നേരത്തെ ഇവിടെ തന്നെ മാർക്സിസ്റ്റ് വിരുദ്ധമായ കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ഒരു വലതുപക്ഷ വോട്ടർമാർ കേരളത്തിലുണ്ട്. അവരെവിടെയും ഡിസപ്പിയർ ആയിട്ടില്ല. അവർ കോൺഗ്രസിൽ നിന്ന് ഡിസപ്പിയർ ആയിട്ട് പോയത് ബി ജെ പിയിലേക്കാണ്, കരുണാകരൻ കോൺഗ്രസ് ക്വിറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഈ വലതുപക്ഷ വോട്ടർമാർ അവർ ജാതിവാദികളാണ്, ഫ്യൂഡൽ ബോധം പേറുന്നവരാണ്, മാർക്സിസ്റ്റ് വിരുദ്ധരാണ്, സമത്വ രാഷ്ട്രീയത്തിനെതിരാണ്. ഇങ്ങനെ വോട്ടർമാരുണ്ട്, കേരളത്തിലുണ്ട്. ഈ വോട്ടർമാർ ഉൾപ്പെടുന്നതാണ് കേരള സമൂഹം. ആ വോട്ടർമാർ ചില സമയങ്ങളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും, ചില സമയങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യും. അതൊരു ഫ്ലൂയിഡ് വോട്ട് ബാങ്കാണ്. അത് ബി ജെ പിക്ക് എന്താണ് തീരെഴുതി കൊടുത്ത വോട്ടേ അല്ലാതെ അത് തിരിച്ചു വരും, കോൺഗ്രസിലേക്ക് വരും. അപ്പോൾ ഈ കോൺഗ്രസിന് ഇപ്പോൾ വോട്ട് ചെയ്ത ആളുകൾ മുഴുവൻ സതീശൻ പറയുന്ന നെഹ്റുവിയൻ സോഷ്യലിസം ആകർഷകരായി കോൺഗ്രസിന് വോട്ട് ചെയ്തവരല്ല. അതല്ലാതെ വോട്ട് ചെയ്ത ആളുകളുണ്ട്. അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്തവരുണ്ട്, പിണറായി വിജയനോടുള്ള ഗ്രഡ്ജ് വെച്ച് വോട്ട് ചെയ്തവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങളാൽ വോട്ട് ചെയ്തവരുണ്ട്. അപ്പോൾ ഈ വലതുപക്ഷ വോട്ടിനെ കോൺഗ്രസ് പിടിച്ചു വയ്ക്കുക, അവരെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നാണ് കോൺഗ്രസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ജയിച്ച 3 ഇടങ്ങളിലും നേമത്തും കഴക്കൂട്ടത്തും അതുപോലെ ചാത്തന്നൂരും അവിടെ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. അവിടെ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്തില്ല. അവിടെ സി പി എമ്മിനെതിരെ വോട്ട് ചെയ്യണമായിരുന്നു, അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്തു. അപ്പോൾ ഈ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള അറപ്പ് മാറിയത് 2014 ശേഷമാണ്. അതുകൊണ്ടാണ് 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു കുതിച്ചുചാട്ടം വോട്ട് ബാങ്കിൽ ഉണ്ടായത്. അത് 2021 തിരിച്ചു പോന്നു. 21 LDF വയ്ക്കുമ്പോൾ അത് തിരിച്ചു പോന്നു. ഈ തെരഞ്ഞെടുപ്പിലും അത് ആ 2021 ഏതാണ്ട് സെയിം പെർസെൻറ്റേജ് ആയിട്ട് ബി ജെ പിക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനർത്ഥം ബി ജെ പി ഇവിടെ എന്തോ വലിയ കയറ്റുണ്ടായി. അതായത് 10 കൊല്ലം നമ്മൾ കണ്ടത് വലിയ തോതിലുള്ള വെറുപ്പിൻ്റെ ഉൽപ്പാദനവും വിതരണവുമാണ്. എന്നിട്ട് പോലും നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒരു തവണ അധികാരം നഷ്ടപ്പെട്ടാൽ UDF ശിഥിലമാകും, കോൺഗ്രസ് ദുർബലമാകും, അതിലൂടെ ബി ജെ പി കയറി വരുന്നതാണ്. സംഭവിച്ചത് UDF ശക്തമായി തിരിച്ചു വരുന്നു. അപ്പോൾ ഇപ്പോൾ സംശയിക്കുന്നത് എന്താണ്? LDF ശിഥിലമാക്കി ബി ജെ പി വരുമെന്നുള്ള ആഖ്യാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് ഈ ഫേസ്ബുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സഖാക്കൾ ഉണ്ടാക്കുന്ന മുഴുവൻ ഉപന്യാസം എന്താണ്? ഉപന്യാസത്തിൽ പറയുന്നത് RSSന്റെ പ്ലാൻ CPM തകർത്ത് ഇവിടെ ബി ജെ പി വളർത്തുക എന്നുള്ളതാണ് എന്നാക്കി മാറ്റി. മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് അതല്ല, കോൺഗ്രസ് തകരും, അതിലൂടെ ബി ജെ പി വരും എന്നുള്ളതായിരുന്നു. ഇപ്പം തിരിച്ചാക്കി CPM തകർത്ത് ബി ജെ പി വരാൻ പോകുന്നതാണ്. യഥാർത്ഥത്തിൽ ബി ജെ പി അങ്ങനെ വളരാൻ പോകുന്നില്ല. അതർവൈസ് LDF ഉം UDF ഉം ശക്തമായി നിൽക്കാത്തിടത്തോളം, അവർ നിൽക്കുന്ന കാലത്തോളം ബി ജെ പി വളരാൻ കഴിയില്ല. ശരി.